ഹലോ ഗൈസ്, വെൽക്കം ടു ന്യൂ വീഡിയോ. അപ്പോൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഇമെയിൽ ഹാക്ക് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ ബ്രീച്ച് ആയിട്ടുണ്ടോ എന്നെങ്ങനെ ചെക്ക് ചെയ്യാം, അതുപോലെ ഡാറ്റ ബ്രീച്ചുകളിൽ നിന്നും സൈബർ അറ്റാക്കുകളിൽ നിന്നും എങ്ങനെ നിങ്ങളുടെ ഡാറ്റ പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നാണ് പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഇതുപോലുള്ള യൂസ്ഫുൾ കണ്ടന്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. സോ ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് നമ്മുടെ മെയിൽ ഐ ഡി ഇൻ്റർനെറ്റിൽ ലീക്ക് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ ബ്രീച്ച് ആയിട്ടുണ്ടോ എന്നെങ്ങനെ ചെക്ക് ചെയ്യാം എന്നാണ്. അതിനായിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതിലൂടെ നമ്മുടെ ഏത് ടൈപ്പ് ഡാറ്റാസ് ലീക്ക് ആയിട്ടുണ്ട് എന്ന് അറിയാൻ കഴിയും. അപ്പോൾ അതിനായി ബ്രൗസർ ഓപ്പൺ ചെയ്ത് ഹാവ് ഐ ബീൻ പൗണ്ട് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ വരുന്ന ഫസ്റ്റ് ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ വരുന്ന സെർച്ച് ബാറിൽ നമ്മുടെ ഇമെയിൽ ഐ ഡി കൊടുത്ത് ചെക്ക് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ നമ്മുടെ ഇമെയിൽ ബ്രീച്ച് ആയിട്ടുണ്ടെങ്കിൽ അവിടെ റെഡ് കളറിൽ 1 ഡാറ്റ ബ്രീച്ച് എന്ന് കാണിക്കും. ശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്താൽ ഏത് ആപ്ലിക്കേഷനിലൂടെയാണ് അല്ലെങ്കിൽ ഏത് വെബ്സൈറ്റിലൂടെയാണ് നമ്മുടെ ഡാറ്റ എക്സ്പോസ്ഡ് ആയതെന്ന്, അതുപോലെ തന്നെ ഏതൊക്കെ ടൈപ്പ് ഡാറ്റാസ് ലീക്ക് ആയിട്ടുണ്ട് എന്നൊക്കെ അറിയാൻ കഴിയുന്നതാണ്. അപ്പോൾ ഞാനിവിടെ കൊടുത്ത ഇമെയിൽ ഒരു ബെറ്റിംഗ് ആപ്പിലൂടെയാണ്. അത് 2024 നവംബറിലാണ് കാണിക്കുന്നത് ബ്രീച്ച് ആയത്. അപ്പോൾ അതിൽ നിന്ന് പോയ ഡാറ്റാസാണ് അവിടെ താഴെ കാണിക്കുന്നത്. ഡേറ്റ്സ് ഓഫ് ബർത്ത്, ഇമെയിൽ അഡ്രസ്സ്, അങ്ങനെ തുടങ്ങിയ ഡാറ്റാസൊക്കെ ലീക്കായിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഇമെയിലും കൂടി ടെസ്റ്റ് ചെയ്ത് നോക്കി. അത് 2019 ക്യാൻവയിലൂടെയാണത് ബ്രീച്ച് സംഭവിച്ചിട്ടുള്ളത്. അതിൽ 137 മില്യൺ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഡാറ്റാസാണ് എക്സ്പോസ്ഡ് ആയിട്ടുള്ളത്. അതിൽ താഴെ കൊടുത്തിരിക്കുന്ന ഡാറ്റാസാണ് ബ്രീച്ചായി പോയിട്ടുള്ളത് അല്ലെങ്കിൽ ലീക്കായി പോയിട്ടുള്ളത്. ഇനി അതുപോലെ എങ്ങനെ ഡാറ്റാസ് ബ്രീച്ച് ആയിട്ടില്ല എന്ന് കൺഫേം ആക്കാം. ഞാനിവിടെ മറ്റൊരു ഇമെയിൽ കൂടി ടെസ്റ്റ് ചെയ്ത് വെക്കണം. ഇപ്പോൾ ഞാൻ ഈ ഇമെയിൽ ഐ ഡി ചെക്ക് ചെയ്തപ്പോൾ ഇവിടെ നമുക്കൊരു ഗ്രീൻ സിഗ്നൽ തന്നു. സോ ഡാറ്റ പ്രൊട്ടക്റ്റഡ് ആണ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അടുത്തതായിട്ട് നോക്കുന്നത് നിങ്ങളുടെ ഇമെയിൽ ഏതൊക്കെ ഡിവൈസുകളിൽ ലോഗിൻ ചെയ്തിട്ടുണ്ടോ എന്ന് എങ്ങനെ അറിയാം എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായി ബ്രൗസർ ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ പ്രൊഫൈലിൽ മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം സെക്യൂരിറ്റി ആൻഡ് സൈൻ ഇൻ എന്ന സൈഡിൽ കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് താഴെ സ്ക്രോൾ ചെയ്താൽ നിങ്ങളുടെ അക്കൗണ്ട് സെക്യൂർ ആയിരിക്കാൻ വേണ്ടി കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്. അതൊക്കെ ചെയ്തു വെക്കുക. ഇപ്പോൾ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ആയാലും നിങ്ങളുടെ ഒരു റിക്കവറി ഇമെയിൽ ആണെങ്കിലും ഒക്കെ കൊടുക്കേണ്ടടുത്തൊക്കെ കൊടുക്കുക. അതുപോലെ തന്നെ നേരത്തെ ടെസ്റ്റ് ചെയ്ത വെബ്സൈറ്റിൽ നിങ്ങളുടെ ഇമെയിൽ ബ്രീച്ചായി എന്ന് കൺഫേം ആയാൽ നിങ്ങളുടെ പാസ്വേഡ് ഇവിടെ വന്നിട്ട് റീസെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളുടെ പാസ്വേഡിൻ്റെ സ്ട്രെങ്ത് എത്രത്തോളം ഉണ്ടെന്ന് ചെക്ക് ചെയ്യാൻ പറ്റിയ വെബ്സൈറ്റുകളൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാം. നിങ്ങൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന കറൻറ്റ് പാസ്വേഡ് അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ പാസ്വേഡിൻ്റെ സ്ട്രെങ്ത് അതിൽ കാണിക്കും, എത്രത്തോളം സെക്യൂർ ആണെന്ന് അറിയാൻ സാധിക്കും. അപ്പോൾ തിരിച്ച് നമ്മൾ ഗൂഗിൾ അക്കൗണ്ടിലോട്ട് വന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ക്രൈറ്റീരിയാസൊക്കെ കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് ഇതിനു നേരെ താഴെയായി യുവർ ഡിവൈസസ് വെർ യു സൈൻഡ് ഇൻ എന്ന് കാണാം. അപ്പോൾ അവിടെ താഴെ ഏതൊക്കെ ഡിവൈസുകളിൽ നിങ്ങൾ സൈൻ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ലോഗിൻ ചെയ്തിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ മാനേജ് ഓൾ ഡിവൈസ് എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഡിവൈസുകളിൽ നിന്ന് നിങ്ങളുടെ ഇമെയിൽ സൈൻ ഔട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു സെക്യൂരിറ്റി ടെസ്റ്റിംഗ് ടൂളിനെ കുറിച്ചാണ് അടുത്തത് പറയാൻ പോകുന്നത്. വൈറസ് ടോട്ടൽ എന്നാണ് പേര്. ജസ്റ്റ് ബ്രൗസർ ഓപ്പൺ ചെയ്യുക, വൈറസ് ടോട്ടൽ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ വരുന്ന ഫസ്റ്റ് ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു വെബ്സൈറ്റിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ വൈറസ് അല്ലെങ്കിൽ മാൾവെയർ ഡിറ്റക്റ്റ് ചെയ്ത് അനലൈസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഇത് നമുക്ക് കിട്ടുന്ന ഒരു സസ്പീഷ്യസ് ആയിട്ടുള്ള ഫയലാവട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ലിങ്കുകളാവട്ടെ, ഇതൊക്കെ നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ആൻഡ്രോയിഡ് APK ഫയലാണ്. അതിനായി ചൂസ് ഫയൽ ക്ലിക്ക് ചെയ്തിട്ട് ഫയൽ ഇതിലോട്ട് അപ്ലോഡ് ചെയ്യുക. ഈ ഫയൽ അത് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു മലീഷ്യസ് ആയിട്ടുള്ള ഒരു ഫയലാണ്. അപ്പോൾ അത് ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ
അറ്റ് എ ടൈം മൾട്ടിപ്പിൾ ആൻറ്റിവൈറസ് എഞ്ചിനുകളാണ് ഇത് ഇൻസ്പെക്ട് ചെയ്യുന്നത്. ഇതിപ്പോൾ ഡിറ്റക്ഷൻ പ്രോസസ്സിങ്ങിലാണ്. ഓക്കെ, അപ്പോൾ ഇത് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. 26 ആൻറ്റിവൈറസ് എഞ്ചിനുകളാണ് ഇത് ഡിറ്റക്ട് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഇത് ഏത് ടൈപ്പ് മാൽവെയർ ആണെന്ന് കൂടി ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു ആൻഡ്രോയിഡ് ട്രോജൻ ആണ്. ട്രോജൻ മാൽവെയറിനെയാണ് ഡിറ്റക്ട് ചെയ്തിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് എ മലീഷ്യസ് എപികെ ഫയൽ. അതുപോലെ തന്നെ അടുത്തത് ഒരു URL ഡിറ്റക്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ അതിനായി URL എന്ന ടാബ് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഞാനിവിടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു ഫിഷിംഗ് പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ലോഗിൻ പേജിൻ്റെ URL കോപ്പി ചെയ്തിട്ട് ഞാനിവിടെ പേസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് സെർച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഡിറ്റക്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇത് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. ഒരു ആൻറ്റിവൈറസ് എഞ്ചിനാണ് അത് ഡിറ്റക്ട് ചെയ്തിട്ടുള്ളത്. ഫിഷിംഗ് എന്ന് കാണാം. അതുപോലെ തന്നെ മലീഷ്യസ് ആയിട്ടുള്ള ഒരു ഹാഷ് വാല്യൂ നമുക്കിവിടെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. യെസ്, അത് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. അത് നേരത്തെ ഞാൻ ഉണ്ടാക്കിയ APK ഫയലിൻ്റെ ഹാഷാണ്. സോ അങ്ങനെയും നിങ്ങൾക്ക് ഇവിടെ ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ മറ്റൊരു ഫയലും കൂടി ഇവിടെ ഞാൻ ചെക്ക് ചെയ്യുന്നു. അത് നമുക്ക് കാണാം ഒരു ആൻറ്റിവൈറസ് എഞ്ചിനും ഡിറ്റക്ട് ചെയ്തിട്ടില്ല. ബിക്കോസ് അതൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു മലീഷ്യസ് കണ്ടന്റ് ഇല്ലാത്ത ഒരു ഫയലാണ് എന്ന് നമുക്ക് പറയാം. സോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.